നമസ്കാരം. കേരളീയം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് വീട്ടിലെ ആളുകൾ പേഴ്സണലായി കൗണ്ടർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജാസ്മിനെയാണ്. ബിഗ് ബോസിന്റെ ഈ സീസൺ തുടങ്ങിയ സമയത്ത് ജാസ്മിന് വലിയ ഹേറ്റേഴ്സ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ ഇപ്പോൾ ഫാൻ ബേസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ജാസ്മിൻ ഒറ്റയ്ക്ക് പൊരുതി നിൽക്കുന്നതാണ് ആളുകളെ വീണ്ടും ഒരു ഫാൻ ബേസ് ഉണ്ടാക്കുന്നതിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സിബിൻ ജാസ്മിനെതിരെ കൈകൊണ്ട മോശമാംഗ്യം കാണിച്ചത് വലിയ ചർച്ചയാവുകയും ജാസ്മിന്റെ ശക്തമായ പ്രതിഷേധം കാരണം സിബിൻ മാപ്പ് പറയുകയും ചെയ്തു. നിലവിൽ ഗബ്രിയായുള്ള സൗഹൃദം ജാസ്മിൻ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി കുറെ കൂടെ ഫോക്കസ്ഡ് ആയി ഗെയിം കളിക്കാൻ തുടങ്ങിയാൽ ജാസ്മിന്റെ പൊട്ടൻഷ്യൽ ഭീകരമാണ്. അവൾക്ക് വൃത്തിയില്ല, കോംബോ കളിക്കുന്നു, പക്വതയില്ല, തേപ്പുകാരി എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ സൈബർ അറ്റാക്ക് ചെയ്താലും അവർ ഒരു ഗംഭീര പ്ലെയർ തന്നെയാണ്. ജാസ്മിനോളം കണ്ടന്റ് കൊടുത്ത ആരും നിലവിൽ ബിഗ് ബോസ് വീട്ടിൽ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. അതുകൊണ്ട് 100-ാം ദിവസം ലാലേട്ടന്റെ കൈപിടിച്ച പുറത്തേക്ക് വരുന്ന ആ 2 പേരിൽ ഒരാളാകാൻ എന്തുകൊണ്ടും യോഗ്യത ജാസ്മിനുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരളീയം.